നിത്യജീവിതത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസ് നമുക്കൊന്ന് പഠിച്ച് നോക്കാം. ഓക്കെ, പോവുക എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഗൗ. ഈ ഗൗ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനവിടെ പോകാറുണ്ട് അല്ലെങ്കിൽ ഞാനവിടെ പോകുന്നു എന്നിങ്ങനെ പറയും. ഐ ഗൗ ദെയർ. ഐ സബ്ജക്റ്റ്, ഗൗ വേർബ് പോവുക, ദെയർ അവിടെ. സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ. അപ്പം ഞാനവിടെ പോകുന്നു, പോകാറുണ്ട് എങ്ങനെ പറയാം? ഐ ഗൗ ദെയർ. ഐ ഗൗ ദെയർ. ഞാനവിടെ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു. ഇനി ഞാൻ പോവുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ദെയർ. ഐ എം ഗോയിങ് ദെയർ. ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി അല്ലേ. ഇനി ഞാൻ പോകും എന്നാണെങ്കിലോ? ഐ വിൽ ഗോ ദെയർ. ഐ വിൽ ഗോ ദെയർ. ഞാൻ പോകും. വില്ലിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഐ വിൽ ഗോ ദെയർ. ഞാൻ പോകും. ഇനി ഞാൻ പോയി, അപ്പം എങ്ങനെ പറയും? ഐ വെൻറ്റ് ദെയർ. ഐ വെൻറ്റ് ദെയർ. അപ്പോൾ അത് പാസ്റ്റായി അല്ലേ. ഇനി വേർ. വേർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ. നീ എവിടെയാണ് പോയത്? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? ക്വസ്റ്റ്യൻ വേർഡ് വേർ, അതിനുശേഷം ഓക്സിലറി വേർബ് ഡിഡ്, ദെൻ സബ്ജക്റ്റ് വയ്ക്കുക. വേർ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. നീ എപ്പോഴാണ് പോയത്? വെൻ ഡിഡ് യു ഗോ? വെൻ ഡിഡ് യു ഗോ? നീ എപ്പോഴാണ് പോയത്? വേർ എന്ന് പറഞ്ഞാൽ എവിടെ അല്ലേ. നമ്മൾ പഠിച്ചു വേർ ഡിഡ് യു ഗോ, വെൻ ഡിഡ് യു ഗോ. എന്തുകൊണ്ടാണ് പോയത്? വൈ. വൈ എന്തുകൊണ്ട്. വൈ ഡിഡ് യു ഗോ? നീ എന്തുകൊണ്ടാണ് പോയത്? അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക.